ചേട്ടാ സരസ്വതി പൂജയൊക്കെ പോടും. സരസ്വതി പൂജ ഇന്നിവിടെ സരസ്വതി പൂജയല്ലേ. ചേട്ടൻ കുർത്തയൊക്കെ ഇട്ട് പൂജയ്ക്ക് പോകണം. പൂജയ്ക്ക് ചേട്ടാ സരസ്വതി പൂജയ്ക്ക് പോകണം. പൂജയ്ക്ക് പോകണം. തമ്പായിയെ പ്രാർത്ഥിക്കാൻ പോണ് ചേട്ടാ. തമ്പായിയെ പ്രാർത്ഥിക്കട്ടെ ചേട്ടാ. തമ്പായി രക്ഷിക്കണമേ. ജോലിയും വിജ്ഞാനം ഇവിടെ സരസ്വതി പൂജയ്ക്ക് ഞങ്ങൾ സ്കൂള് പിള്ളേർ പഠിക്കുന്ന ചെറിയ കോളേജ് പഠിത്തം കഴിഞ്ഞപ്പോൾ പിന്നെ സരസ്വതി പൂജ നിർത്തി കേട്ടോ. എല്ലാവരും ജോലിയായപ്പോൾ. ഇല്ലെങ്കിൽ എല്ലാ വർഷവും സരസ്വതി പൂജ ഇവിടെ ബംഗാളി പണ്ഡിജിയെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെച്ച് ചെയ്യുന്നതായിരുന്നേ. ഇപ്പം മഹാലക്ഷ്മി പൂജ മാത്രമേ ചെയ്യുന്നുള്ളൂ. ടാറ്റാ ടാറ്റാ ടാറ്റ എന്ന് പറ കൊച്ചിനോട്. ടാറ്റ ടാറ്റ പറ ചേട്ട പോണ്. ടാറ്റ പറ. ചേട്ട പോയെന്ന് പറയണ കേട്ടോ എൻ്റെ അടുത്ത് വന്ന്. ചേട്ട പോയാ പൂജയ്ക്ക്? പൊന്നിനെ കൊണ്ടുപോയില്ലേ തമ്പായെ തൊഴാൻ? അയ്യോ അത് വീടുകളിലാണ് മോനെ, ക്ലബിലും വീടുകളിലാണ്. നമ്മുടെ വീട്ടിൽ പൂജയില്ല. മോൻ പഠിക്കുന്നില്ലല്ലോ. പഠിക്കുന്ന പിള്ളേരില്ലാത്ത നമ്മുടെ സ്കൂളിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, റിപ്പീറ്റ് ചെയ്യണമെന്ന് പറയും കേട്ടോ ചിലവർ. നമ്മൾ സ്കൂളിലും കോളേജൊക്കെ പഠിക്കുന്നവരെ മോൻ്റെ MBA മോളുടെ സരസ്വതി പൂജയ്ക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് പോകണം. ഗ്ലാസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഗ്ലാസ് എടുക്കാമെന്ന് വെച്ച് എൻ്റെ പൊന്നി കണ്ടാ ചേട്ടാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കണ്ടോ ചേട്ടൻ കണ്ടാ സരസ്വതി പൂജയ്ക്ക് പോകണതാണ് കേട്ടോ. ഇവിടെ പൂജയ്ക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെ പൈജാമയൊക്കെ ഇട്ടാണ് പോകുന്നത്. ഗേറ്റ് പൂട്ടിക്കോ. ചേട്ടക്ക് ടാറ്റ പറ. ഭയങ്കര സങ്കടം കേട്ടാ. തമ്പായിയെ തൊഴാൻ കൊണ്ടുപോയില്ല. അവനോട് ഞാൻ പറഞ്ഞില്ലേ തമ്പായിയെ തൊഴാൻ പോണെന്ന് ചേട്ടാ. വൈകുന്നേരം കൊണ്ടുപോകും കേട്ടാ. പൂജയൊക്കെ കഴിഞ്ഞിട്ട് പോകും. മോൻ പൂജയുടെ സമയത്ത് പോയിരുന്നാലേ അവിടെ പൂജ പണ്ഡിജിയൊക്കെ വരുമ്പോൾ പൂജ ചെയ്യാൻ പറ്റൂല. വൈകുന്നേരം ടാക്കൂർ നമുക്ക് സരസ്വതിയെ കാണാൻ വേണ്ടി പോകാട്ടെ. ചേട്ടൻ കൊണ്ടുപോകും. ഇപ്പോൾ വലിയ വീടുകളിലൊക്കെ അല്ലേ പൊന്നാ, നമ്മുടെ വീട്ടിലല്ലല്ലോ. അതല്ലേ അവന് സരസ്വതി പൂജയ്ക്ക് ചേട്ടൻ തമ്പായി തൊഴാൻ പോകണമെന്ന് പറഞ്ഞില്ലേ, അതാണ് ദുഃഖം. ഇപ്പോൾ എടുത്ത് വെച്ചിട്ട് പോയി. തമ്പായി തൊഴാൻ ചേട്ടൻ കൊണ്ടുപോയില്ല, സങ്കടമാണ് സാറേ. തമ്പായി തൊഴാൻ കൊണ്ടാകത്തതിൻ്റെ സങ്കടമാണ്. ചേട്ടൻ കൊണ്ടുപോയില്ലേ പൊന്നിനെ. വൈകുന്നേരം കൊണ്ടുപോകും കേട്ടാ. ഇപ്പോൾ പൂജയൊക്കെ അല്ലേ. പൂജ കഴിഞ്ഞതിന് ശേഷം തിത്തിയ വൈകുന്നേരം കഴിയും. പൂജയുടെ തിത്തിയ വൈകുന്നേരം കഴിയുമ്പോൾ നമുക്ക് ടാക്കൂർ സരസ്വതി മായെ കാണാൻ പോവാം കേട്ടാ. സരസ്വതി മായെ കാണാൻ പോവാം. എന്നിട്ട് അമ്പായി സരസ്വതി അമ്മേ സരസ്വതി ദേവി എനിക്ക് നല്ലത് തരണമേന്ന് ചേട്ടൻ പ്രാർത്ഥിക്കുക. ചേട്ടൻ വന്നിട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞേ കേട്ടാ. വന്നിട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഇന്ന് ചേട്ടൻ ഒരുപാടടുത്ത് വെജിറ്റബിൾ, ഇന്ന് കിച്ചുടിയാണ് ഇവർ വെക്കുന്നത്. വെജിറ്റബിളായിട്ടുള്ള കിച്ചുടിയാണ് ഇന്ന് സരസ്വതി പൂജയുടെ അന്ന് വെക്കുന്നത്.